എവ്രിവൺ. സോ ഞങ്ങൾ യെല്ലോ സ്റ്റോണിലോട്ട് പോകുവാണ്. ഇവിടെ ഇപ്പോൾ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുവാണ്. വെളിയിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ചെറിയൊരു പോണ വഴിക്ക് ഒരു ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ പോകുന്നത് സ്പൊക്കെയിൻ വഴിയാണ്. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് സ്പൊക്കെയിനിൽ ഒരു സ്റ്റേ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്പൊക്കെയിനിൽ ബുക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം നെക്സ്റ്റ് അവിടെ നിന്നാണ് ഒരു 7 hour ഡ്രൈവ് ഉണ്ട്. അങ്ങനെയാണ്, കണ്ടിന്യൂസ് ഡ്രൈവ് എടുക്കാതെ അങ്ങനെ പോകാനാണ് പ്ലാൻ. കാരണം സിയാറ്റിൽ ടു നമ്മുടെ വ്യോമിങ് വരെ അറൗണ്ട് ഒരു 11 hour ട്രാവലുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്താൽ കുറേ ടയേർഡായിപ്പോവും. ആൻഡ് ഈ പോണ വഴിക്ക് നല്ല വ്യൂ പോയിൻറ്റ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ യെല്ലോ സ്റ്റോണിൽ പോകുന്നവർ ഈ സിയാറ്റിലിൽ നിന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് റൂട്ട് സ്പൊക്കെയിൻ തന്നെ ആയിരിക്കും. സ്പൊക്കെയിനിൽ നമ്മൾ 2-3 സ്റ്റോപ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടി. പൗലോസ് ഫോളൊക്കെ ഉണ്ട്. ആൻഡ് സമ്മർ ആയതുകൊണ്ട് അവിടെ വെള്ളമൊക്കെ കാണുമെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഞങ്ങൾ ആ ഒരു വിസിറ്റ് ചെയ്യാൻ വിചാരിച്ചു. ആൻഡ് അവിടുത്തെ സ്കൈ ഒക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എന്തോ ഒരു ആരോ പെയിൻറ്റ് ചെയ്ത് വെച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ക്ലൗഡ്സൊക്കെ നല്ല ഭംഗിയായിരുന്നു. അതുപോലെ വലിയ ട്രാഫിക്കും ഇല്ലായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. സോ അതുകൊണ്ട് ആസ് ഇഫ് നൗ ട്രാവൽ നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നൈതു ഹാപ്പിയാണ്. ആൻഡ് ഈ യെല്ലോ സ്റ്റോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, യെല്ലോ സ്റ്റോൺ എന്ന് പറയുന്നത് വേൾഡ്സ് ആൻഡ് US തന്നെ ഫസ്റ്റ് നാഷണൽ പാർക്കാണ്. ആൻഡ് അവിടെ നമുക്ക് വോൾക്കാനിക് ഇറപ്ഷൻസ് കാണാം, ഗീസേഴ്സ് കാണാം, എല്ലാം ലൈവായിട്ട് കാണാം. അറൗണ്ട് ഒരു 63,000 ഇയേഴ്സ് മുന്നേ അവിടെ ഈ വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ കുട്ടി ചെറിയ ഗീസേഴ്സും ഹോട്ട് സ്പ്രിങ്സും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. മിനി വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ നമുക്ക് ലൈവായിട്ട് കാണാം. എനിക്ക് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു പ്ലേസാണ് ഈ ഒരു നാഷണൽ പാർക്ക്. വൈൽഡ് കാണാൻ പറ്റും. ബൈസൺസ് ആൻഡ് മൂസ്, എൽക്ക്, പിന്നെന്താണ് ബെയേഴ്സ്, ഗ്രിസ്ലി ബ്രൗൺ ബെയർ, ബ്ലാക്ക് ബെയർ ഒക്കെ കാണാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. കുറേ വൈൽഡ് ആനിമൽസിൻ്റെ ഒരു ഹോം തന്നെയാണ് ഈ ഒരു യെല്ലോ സ്റ്റോൺ എന്ന് പറയുന്നത്. അത് 2 വാലീസിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ സ്പൊക്കെയിനിലൊരു സ്റ്റേ എടുത്തിട്ടുണ്ട്. സ്പൊക്കെയിൻ ടൗണിൽ തന്നെയാണ്, ഡൗൺ ടൗണിൽ. സോ ഈ പൗലോസ് ഫോൾ വിസിറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് മെക്ഡി ആയിരിക്കും നമ്മൾ മിക്കവാറും ഓപ്റ്റ് ചെയ്യാറ്. ഇവിടെ മെക്ഡി ഓപ്ഷൻസേ കാണത്തുള്ളൂ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വളരെ കുറവാണ്. ആൻഡ് ഞങ്ങൾ കുറേ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ സ്നാക്സ്, പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനെ കുറച്ചധികം സ്നാക്സ് എടുത്തിട്ടുണ്ട്. കാരണം റോഡ് ട്രിപ്പാണ്. പിന്നെ കുട്ടിയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ കുറച്ച് അധികം പാക്ഡ് ആയിട്ട് വേണം പോവാൻ. ഞങ്ങൾ കുറച്ചൊരു 1 ഡേയിലത്തേക്ക് ആദ്യത്തെ ഫസ്റ്റ് ഡേയിലത്തേക്കുള്ള ഫുഡ് രാവിലെ കഴിച്ചിട്ട് പിന്നെ അതിന് ശേഷമുള്ള ഫുഡ് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നൈറ്റ് എന്തായാലും ബർഗറോ മക്ഡിന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു റോഡ് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഈ ഒരു സ്പൊക്കെയിൻ വഴി പോയപ്പോൾ എനിക്ക് മനസ്സിലായത് 2 സൈഡിലും ഫുൾ ഫാമിംഗ് ആണ് കേട്ടോ. ഫാമിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ വീറ്റൊക്കെ ആണെന്ന് തോന്നുന്നു, വീറ്റ് റൈസൊക്കെ ആണെന്ന് തോന്നുന്നു. ഒരു സൈഡിൽ മൊത്തം നല്ല ഒരു ഫാമിങ്ങിൻ്റെ ഒരു ഇത് കണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഈ ഓരോ ഫാമിംഗ് ആയിട്ടുള്ള ഏരിയയിലും അവരിങ്ങനെ വെള്ളം പ്രൊവൈഡ് ചെയ്യും. അത് വാട്ടർ നമുക്ക് ഈ ഓസ് വെച്ചൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അവർ ആ ഒരു സെറ്റപ്പൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു V ഷേപ്പിൽ വീലൊക്കെ ഇട്ട് അതിൽ കൂടെ ഇങ്ങനെ പമ്പ് പോലെയാണ് വെള്ളം പൊക്കോണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു വണ്ടറായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. കൺട്രി സൈഡിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് സ്പൊക്കെയിനിൽ ഇനി പോകുന്ന റൂട്ടിലൊക്കെ നമുക്കത് ഒരുപാട് കാണാൻ പറ്റും.
ഈ സ്പൊക്കേന ഒരു കുട്ടി സിറ്റിയാണ് നമ്മുടെ വാഷിങ്ടൺ സ്റ്റേറ്റിലെ തന്നെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. പിന്നെ കുറേ ഏരിയയിൽ ഇതുപോലെ മൗണ്ടൻസ് പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇവിടെ കൂടുതലും ആൾക്കാർ ഫാമിങ് അഗ്രികൾച്ചറൊക്കെയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇവിടുത്തെ റോഡ്സൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഒരു ഹില്ലി ആയിട്ടുള്ളൊരു റീജിയനിലൂടെയാണ് നമ്മൾ പോകുന്നത്. പൗലോസ് ഫോളിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് പൗലോസ് ഫോള്. ഒരു വലിയൊരു വാട്ടർഫോളാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് ആ വെള്ളം വീഴുന്നതൊക്കെ കാണാൻ. പക്ഷേ വെള്ളം ആക്ച്വലി കുറവാണ്. ഇപ്പോൾ സമ്മർ സ്റ്റാർട്ടായി. അവിടെ ഇപ്പോൾ നല്ല വെയിലുണ്ട്. ഞങ്ങളിവിടെ എത്തിയത് അറൗണ്ട് ഒരു 6-6:30 ഒക്കെ ആയി കേട്ടോ എത്തിയപ്പോൾ. വൈകിട്ടായി എത്തിയപ്പോൾ ഒരു 6:45 ആയി. പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ആൾക്കാർ. ഞാൻ അവിടെ നിന്ന് നോക്കിയാണ് എന്ത് ചെയ്യണം. പൗലോസ് ഫോൾസ് ഒക്കെ കണ്ടു. അവിടെ നിന്ന് റിട്ടേൺ തിരിച്ചിരിക്കുകയാണ്. ഇനി നേരെ നമ്മൾ നമ്മുടെ സ്പൊക്കേനിലുള്ള സ്റ്റേയിലോട്ടായിരിക്കും പോകുന്നത്. ആൻഡ് പോണ വഴിക്ക് കുറേ നല്ല സീനിക് ആയിട്ടുള്ള വ്യൂസൊക്കെ കണ്ടു. കുറേ കൗസൊക്കെ ഇങ്ങനെ ഗ്രേസ് ചെയ്യുന്ന കണ്ടു. പിന്നെ ഒരു ഗുഡ്സ് ട്രെയിൻ പോകുന്ന കണ്ടു. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനിക് വ്യൂ തന്നെയായിരുന്നു നമ്മുടെ സ്പൊക്കെയിൻ വഴി പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. സോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസ് ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. ഞങ്ങൾ സ്പൊക്കെയിനിലെ പൗലോസ് ഫോളിലെടുത്ത ഫോട്ടോസ്. അങ്ങനെ ഈ ഒരു ഡേ ഉണ്ടായിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഡേ ഞാൻ ഹോട്ടലിൽ നിന്നുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് ഞങ്ങൾ സ്പൊക്കെയിനിൽ നിന്ന് യെല്ലോ സ്റ്റോണിലോട്ട് പോയി നെക്സ്റ്റ് ഡേ വേറൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ശരി, ബൈ, ടേക്ക് കെയർ. ആൻഡ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.